വെൽക്കം ടു ഡെയിലി ന്യൂസ് അനാലിസിസ്. ഫെബ്രുവരി മാസം 1 ദിവസമാണ്. ഇന്ന് എന്താണ് പ്രധാന വാർത്തകൾ നോക്കാം. ആദ്യമായിട്ട് എഡിറ്റോറിയലിൽ ഉണ്ടായിരുന്ന ഒരു ന്യൂസാണ് വാട്ട് മേക്സ് ദ ഇന്ത്യ ഫ്രാൻസ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ടിക്. ഇത് GS2 വരുന്ന ഒരു ന്യൂസാണ്. GS2 ഇന്റർനാഷണൽ റിലേഷൻസ് പാർട്ടിൽ ഇന്ത്യ ഫ്രാൻസ് റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇതിന്റെ മെയിൻ ടേക്ക് അവേസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് നല്ല ഒരു വ്യത്യസ്തകരമായിട്ടാണ് ഈ ആർട്ടിക്കിൾ ഫ്രെയിം ചെയ്തേക്കുന്നത്. അതായത് ഇതിനിപ്പം പ്രസന്റ് കോണ്ടെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു ആൻസർ ഫ്രെയിം ചെയ്യുന്ന പോലെ തന്നെ ഇത് കൊടുത്തിരിക്കുന്നത്. അതായത് ഇൻട്രൊഡക്ഷനിൽ പ്രസന്റ്ലി ഇപ്പൊ എന്താണ് എന്താണ് അവിടുത്തെ കോണ്ടെക്സ്റ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു ഹിസ്റ്ററി പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ഇപ്പം ഉണ്ടായിരിക്കുന്ന പാർട്ണർഷിപ്പുകളെ പറ്റി പറയുന്നുണ്ട്. അതിന്റെ ഒരു വേ ഫോർവേഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിക്ക് തന്നെ നമുക്ക് ഇത് മനസ്സിലാക്കാം. ആദ്യമായിട്ട് റീസെന്റ് വിസിറ്റ്സ് ആൻഡ് കോണ്ടെക്സ്റ്റ്. നമുക്കറിയാം ഇമ്മാനുവൽ മാക്രോണിന്റെ തേർഡ് വിസിറ്റ് ആയിരുന്നു ഈ വർഷത്തെ. പിന്നെ അതുപോലെ ബൈഡൻസ് അൺഅവൈലബിലിറ്റി കൊണ്ടാണ് നമ്മളിപ്പം ഇത് കണ്ടത്. ഈ ടേമിലെ തേർഡ് വിസിറ്റ് ആണ് മാക്രോണിന്റെ ഇന്ത്യ ആയിട്ടുള്ളത്. ഇമ്മാനുവൽ മാക്രോൺസ് തേർഡ് വിസിറ്റ് ടു ഇന്ത്യ as the chief guest at Republic Day, emphasizing the special nature of the strategic partnership. Macron's uh, frequent visits, including G20 summit and Bastille Day, highlight the സിഗ്നിഫിക്കൻസ് ഓഫ് റിലേഷൻഷിപ്പ്. നമുക്കറിയാം ബാസ്റ്റൽ ഡേ സെലിബ്രേഷൻ ചീഫ് ഗസ്റ്റ് ആയിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ G20 നമ്മൾ മാക്രോണിനെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം തേർഡ് വിസിറ്റ് ആണ് ഇപ്പൊ മാക്രോണിന്റെ നടക്കുന്നത്. ഇപ്പൊ നമ്മൾ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിക്കാൻ കാരണം ബൈഡന്റെ അൺഅവൈലബിലിറ്റിയും കൂടെ കൊണ്ടാണ്. US പ്രസിഡന്റ് ജോ ബൈഡൻസ് ഇനിഷ്യൽ ഇൻവിറ്റേഷൻ ഫോളോഡ് ബൈ മാക്രോൺസ് പ്രോംപ്റ്റ് അക്സെപ്റ്റൻസ് ഡ്യൂ ടു ബൈഡൻസ് ഇൻഎബിലിറ്റി ടു ട്രാവൽ. ഇനി ഇതിന്റെ ഒരു ഹിസ്റ്ററി നോക്കാം. ഹിസ്റ്റോറിക്കൽ ഫൗണ്ടേഷൻസ്. ഒറിജിൻസ് ഓഫ് ദ ഇന്ത്യ ഫ്രാൻസ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ്. 1998 ഫ്രഞ്ച് പ്രസിഡന്റ് ആയിരുന്ന ജാക്വസ് ഷിറാക്, പുള്ളിയുടെ 1998 വിസിറ്റ് ആണ് ആദ്യമായിട്ട് ഫസ്റ്റ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഇന്ത്യ ഫ്രാൻസ് തമ്മിലുള്ള ഫസ്റ്റ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കാരണം ഫ്രഞ്ച് പ്രസിഡന്റായ ജാക്വസ് ഷിറാക്കിന്റെ 1998 ആ വിസിറ്റ് ആണ്. Chirac acknowledged India's nuclear anomaly and supported its claim for a permanent UN Security Council seat. നമ്മൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായി നമുക്ക് UN Security Council സീറ്റ് കിട്ടുവാൻ വേണ്ടി. France understanding during the India's nuclear test in May 1998 set the foundation for diplomatic ties. നമ്മളെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് 1998 കൂടുതൽ ഡിപ്ലോമാറ്റിക്കലി നമുക്ക് ഒരു ടൈ ഉണ്ടാക്കാൻ സാധിച്ചു. ഇന്ത്യ ന്യൂക്ലിയർ ടെസ്റ്റിനെയൊക്കെ ഫ്രാൻസ് സപ്പോർട്ട് ചെയ്തിരുന്നു. ഷെയർഡ് വാല്യൂസ് ആൻഡ് ഓട്ടോണമി. നോൺ അലൈൻമെന്റ് ആൻഡ് മൾട്ടിപോളാരിറ്റി. നമുക്കറിയാം ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഒരു കോമൺ ലിങ്ക് എടുക്കുകയാണെങ്കിൽ അതിലൊന്നാണ് ഇന്ത്യയുടെ നോൺ അലൈൻമെന്റും. പിന്നെ അതുപോലെ ഫ്രാൻസിന്റെ നാറ്റോ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. സബ്സിക്വന്റ്ലി വിഡ്രോ ചെയ്തു ന്യൂക്ലിയർ ഓട്ടോണമി. ഇതെല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ ഇന്ത്യസ് നോൺ അലൈൻമെന്റ് അവിടെ ഒരു വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട്. ഇന്ത്യസ് നോൺ അലൈൻമെന്റും ഫ്രാൻസിന്റെ നാറ്റോ മെമ്പർഷിപ്പും തമ്മിൽ. പക്ഷേ ബോത്ത് നേഷൻസ് അഡ്വക്കേറ്റ് മൾട്ടിപോളാരിറ്റി പോസ്റ്റ് കോൾഡ് വാർ കഴിഞ്ഞപ്പോഴത്തേനും ഈ നമ്മുടെ മൾട്ടിപോളാരിറ്റിയെ ഈ രണ്ട് രാജ്യങ്ങളും ഒരേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അലൈനിങ് വിത്ത് ഇന്ത്യസ് പെർസ്യൂട്ട് ഓഫ് സ്ട്രാറ്റജിക് ഓട്ടോണമി. റെക്കഗ്നിഷൻ ഓഫ് ജിയോപൊളിറ്റിക്കൽ ഷിഫ്റ്റ്സ് വിത്ത് ഫ്രാൻസ് ചൂസിങ് ഇന്ത്യ ആസ് എ പ്രിഫേർഡ് പാർട്ണർ ഇൻ ദ ഏഷ്യ പസഫിക്. ഫ്രാൻസ് ഇന്ത്യയാണ് ഒരു പ്രിഫേർഡ് പാർട്ണർ ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് ഏഷ്യ പസഫിക്കിൽ. ഇനി അടുത്തത് കൾച്ചറൽ കൊമണാലിറ്റി നോക്കുകയാണെങ്കിൽ സിവിലൈസേഷണൽ എക്സെപ്ഷണലിസം ആൻഡ് ആർഗ്യുമെന്റേറ്റീവ് ഇന്റലക്ച്വലിസം. ഈ സിവിലൈസേഷണൽ എക്സെപ്ഷണലിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൾച്ചറിൽ വരുന്നതാണ്. നമ്മുടെ സിവിലൈസേഷൻ ആണ് മറ്റൊന്നിനേക്കാൾ സുപ്പീരിയർ എന്ന് പറയുന്ന ആ ഒരു കോണ്ടെക്സ്റ്റ് ആണ് സിവിലൈസേഷണൽ എക്സെപ്ഷണലിസം. ആ ഒരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ കൾച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിലും രണ്ടുപേരും സിവിലൈസേഷൻ എക്സെപ്ഷണലിസം ഒക്കെ നോക്കുകയാണെങ്കിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ കോമൺ ആണ്. പിന്നെ അതുപോലെ ഡിപ്ലോമാറ്റിക് അപ്രോച്ച് ഇൻവോൾവ്സ് റിഫ്രൈനിങ് ഫ്രം പ്രീച്ചിങ് ടു ഈച്ച് അതർ. അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് പ്രീച്ച് ചെയ്യില്ല. അതായത് ഇങ്ങനെ ചെയ്യാൻ ചെയ്യും. അവരുടെ സോവറിനിറ്റിയെ രണ്ടുപേരും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ബിൽഡിംഗ് ദ പാർട്ണർഷിപ്പ് ഡിഫൻസ് ആൻഡ് ടെക്നോളജി കോപ്പറേഷൻ. The nuclear dialogue evolved into a broad strategic one, including defense, space, and counterterrorism. ഡിഫൻസ്, സ്പേസ്, കൗണ്ടർ ടെററിസം ഈ മൂന്ന് മേഖലയിൽ വളരെയധികം കോപ്പറേഷൻസ് നടക്കുന്നുണ്ട്. ഡിഫൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ ഓഫ് സ്കോർപിയൻ സബ്മറീൻസ് ആൻഡ് ഗവൺമെന്റ് ടു ഗവൺമെന്റ് എഗ്രിമെന്റ് ഫോർ 36 റാഫേൽ എയർക്രാഫ്റ്റ്. Agreements on technology sharing, missile acquisitions, and joint exercises between navies, air force, and armies. നമ്മൾ ന്യൂസിലൊക്കെ വളരെയധികം കേൾക്കുന്നതാണ് റഫേൽ എയർക്രാഫ്റ്റിന്റെ ഡീലൊക്കെ. അവിടുന്ന് നമ്മൾ റഫേൽ എയർക്രാഫ്റ്റ് 36 നമ്മൾ ഓർഡർ ചെയ്തതും അതിനെപ്പറ്റിയൊക്കെ വളരെയധികം കോൺട്രവേഴ്സീസും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. കൺസ്ട്രക്ഷൻ ഓഫ് സ്കോർപിയൻ സബ്മറീൻസും ഡിഫൻസ് കൊളാബറേഷന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും.
ഡിഫൻസ് ഇൻഡസ്ട്രിയൽ റോഡ് മാപ്പ് ആൻഡ് ഫ്യൂച്ചർ കൊളാബറേഷൻസ്. അടുത്തതായിട്ട് നമുക്കറിയാം ഇന്ത്യ ഫ്രാൻസ് ഡിഫൻസ് ഇൻഡസ്ട്രിയൽ റോഡ് മാപ്പ്. അത് ഇന്ത്യയുടെ സെൽഫ് റിലയൻസ് ആയിട്ട് അലൈൻ ചെയ്തുള്ള ഒരു ഡെവലപ്മെന്റ് ആയിരുന്നു ഡിഫൻസ് കൊളാബറേഷന്റെ ഭാഗത്തു നിന്ന്. അതുപോലെ എഗ്രിമെന്റ്സ് ഫോർ സിവിലിയൻ ഹെലികോപ്റ്റേഴ്സ് ആൻഡ് മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് അസംബ്ലി ലൈൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ കൊളാബറേഷൻ ഓൺ എയർക്രാഫ്റ്റ് എഞ്ചിൻ ഡെവലപ്മെന്റ് ഫോർ ഇന്ത്യസ് ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ്. അടുത്തതായിട്ട് സ്പേസ് കോപ്പറേഷൻ പറയുകയാണെങ്കിൽ സ്പേസ് കോപ്പറേഷൻ ആൻഡ് എക്സ്പാൻഡിങ് പാർട്ണർഷിപ്സ്. അതിനകത്ത് ഇസ്രോയും CNES-ഉം തമ്മിൽ, CNES എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് അവരുടെ സ്പേസ് ഏജൻസിയാണ്, ഫ്രാൻസിന്റെ സ്പേസ് ഏജൻസിയാണ് CNES എന്ന് പറഞ്ഞാൽ. ഇസ്രോ CNES തമ്മിൽ കൊളാബറേഷൻ സ്റ്റാർട്ട് ചെയ്തതെന്നാണ് 1960-കളിൽ നിന്ന് ആൻഡ് റിവൈവ് ത്രൂ സ്ട്രാറ്റജിക് ഡയലോഗ്. ഇപ്പൊ ജോയിന്റ് മിഷൻസ് ഒക്കെ വരുന്നുണ്ട്. റീസെന്റ് MOU സൈനിങ്സ് ഫോർ space launches and defense ministries exploring cooperation for space domain awareness. Efforts to extend the partnership beyond government domains into commercial and civilian spaces. അതുപോലെ ഗവൺമെന്റ് ഡൊമൈൻസിന്റെ കൂടുതലായിട്ട് പാർട്ണർഷിപ്സ് എക്സ്റ്റെൻഡ് ആവുന്നുണ്ട് സിവിലിയൻ സ്പേസസിലേക്കും കൊമേഴ്ഷ്യൽ സ്പേസസിലേക്കും. ബ്രോഡനിങ്, ഇതാണ് ഞാൻ പറഞ്ഞ, ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ് പാർട്ണർഷിപ്പിനെ പറ്റി പറഞ്ഞു. ഇനി ഇതൊരു വേർഡ് ഫോർവേഡ് ആയിട്ടാണ് ബ്രോഡനിങ് ആൻഡ് ഡീപ്പനിങ്. ഇതെങ്ങനെ കൂടുതൽ എക്സ്പാൻഡ് ആവുന്നു. എക്സ്പാൻഡിങ് ബിയോണ്ട് ഗവൺമെന്റ് ഡൊമൈൻസ്, ജോയിന്റ് വർക്ക് ഗ്രൂപ്പ്സ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ അഗ്രികൾച്ചർ, എൻവയോൺമെന്റ്, സിവിൽ ഏവിയേഷൻ, IT, ടെലികോം, അർബൻ ഡെവലപ്മെന്റ്, ട്രാൻസ്പോർട്ടേഷൻ, കൾച്ചർ ആൻഡ് ടൂറിസം. ഇതിലേക്കൊക്കെ എക്സ്പാൻഡ് ആവുന്നുണ്ട് ഇന്ത്യ ഫ്രാൻസ് റിലേഷൻസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ സക്സസ് സ്റ്റോറിയെ പറ്റിയാണ്. ഇൻക്രീസിംഗ് നമ്പർ ഓഫ് ഇന്ത്യൻ സ്റ്റുഡൻസ് ഗോയിങ് ടു ഫ്രാൻസ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ. ഇന്ത്യയിൽ നിന്ന് ഒത്തിരി സ്റ്റുഡൻസ് ഫ്രാൻസിലേക്ക് ഹയർ എഡ്യൂക്കേഷൻ ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് എക്സ്പാൻഷൻ ഓഫ് ദ പാർട്ണർഷിപ്പ് ടു ഇൻക്ലൂഡ് വേരിയസ് സെക്ടേഴ്സ് ലൈക്ക് കൊമേഴ്സ്, അക്കാഡമിയ ആൻഡ് കൾച്ചർ. പല ഇടത്തേക്കായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്താണ് ഇന്ത്യ ഫ്രാൻസ് റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ ഇന്ത്യ ഫ്രാൻസ് പാർട്ണർഷിപ്സ് മുന്നോട്ട് പോകുന്നത്. ഇനി അടുത്തതായിട്ട് എക്കണോമിക് ടൈസ് ആൻഡ് ഗ്ലോബൽ പ്രസൻസ് എന്ന ഭാഗമാണ്. പ്രസൻസ് ഓഫ് നിയർലി 1000 ഫ്രഞ്ച് കമ്പനീസ് ഇൻ ഇന്ത്യ. അതായത് 1000-ഓളം ഫ്രഞ്ച് കമ്പനീസ് ഇന്ത്യയിലുണ്ട്. അതിൽ തന്നെ വിത്ത് 39 ഓഫ് ദ CAC40. CAC40 എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ആണ് ഫ്രാൻസിന്റെ. അപ്പൊ അതിനകത്ത് ഒരു 39 കമ്പനിയോളം ഇവിടെ ഇന്ത്യയിൽ ഫംഗ്ഷണൽ ആണ്. അതുപോലെ പോസ്റ്റ് ബ്രെക്സിറ്റ് ഫ്രാൻസ് ഈസ് സീൻ ആസ് ആൻ എൻട്രി പോയിന്റ് ടു യൂറോപ്പ് ഫോർ ഇന്ത്യൻ ബിസിനസ്സസ്. Maturity and resilience reflected in the ability to navigate differences privately within the strategic partnership. അപ്പം ബ്രെക്സിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഫ്രാൻസ് യൂറോപ്പിലേക്കുള്ള ഒരു എൻട്രി പോയിന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇൻ കൺക്ലൂഷൻ, നമുക്ക് കൺക്ലൂഷൻ ആയിട്ട് എന്ത് പറയാം? ദ ഇന്ത്യ ഫ്രാൻസ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഈസ് മൾട്ടിഫേസറ്റഡ്, റൂട്ടഡ് ഇൻ ഹിസ്റ്ററി ആൻഡ് എക്സ്റ്റെൻസ് ബിയോണ്ട് ഡിഫൻസ് ടു എൻകോംപാസ് cultural, economic, and academic collaborations. The relationship exhibits maturity and resilience, maintaining sensitivity to differences while fostering a robust alliance. നല്ലൊരു അലയൻസിലേക്കാണ് ഇന്ത്യ ഫ്രാൻസ് റിലേഷൻസ് മുൻപോട്ട് പോകുന്നത്. നല്ല ഡിഫറൻസസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ നല്ല മെച്യൂരിറ്റിയോടെയാണ് ബിഹേവ് ചെയ്യുന്നത്. അതുപോലെ നല്ല റെസിലിയന്റ് ആണ് നമ്മുടെ റിലേഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അത് റൂട്ട് ചെയ്ത ഹിസ്റ്ററിയിലാണ്. ഇനി ഫ്യൂച്ചറിൽ നമുക്കറിയാം പലയിടത്തേക്കായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്ത കൊളാബറേഷൻസിലൂടെ ഒരു നല്ലൊരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് മുൻപോട്ട് പോകും ഇന്ത്യ ഫ്രാൻസ്. ഇനി അടുത്ത ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, UGC's ഇഷ്യൂ ഗൈഡ് ലൈൻസ് ഫോർ ഇക്വിറ്റബിൾ ഓപ്പർച്യൂണിറ്റി. GS2-നകത്ത് സോഷ്യൽ ജസ്റ്റിസ് എന്ന ഭാഗത്തിലെ ഇഷ്യൂസ് റിലേറ്റിംഗ് ടു എഡ്യൂക്കേഷൻ എന്ന ഭാഗത്തെ ഒരു ആർട്ടിക്കിൾ ആണ് ഇവിടെ കാണുന്നത്. ഇതിനകത്ത് മെയിൻ ആയിട്ട് നമുക്ക് എടുക്കേണ്ട ടേക്ക് അവേസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ദ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ UGC ഹാസ് ഇഷ്യൂഡ് ഗൈഡ് ലൈൻസ് ഇൻ റെസ്പോൺസ് ടു ക്രിറ്റിസിസം ഫോർ പ്രപ്പോസിംഗ് de-reservation in faculty appointments. The guidelines aim to provide equitable opportunity for socio-economically disadvantaged group. Recommendations include SCDG's cell establishment. The guidelines suggest setting up a dedicated SCDG's cell in every UGC approved higher education institution. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സോഷ്യോ എക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പ്സ് ഈ ഗ്രൂപ്പിന്റെ ഒരു സെല്ല് തുടങ്ങുകയാണ് ഓരോ UGC അപ്രൂവ്ഡ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ. എന്തുകൊണ്ടാണ് ചില റിസർവേഷൻ ഫാക്കൽറ്റി അപ്പോയിന്റ്മെന്റ്സ് ഇതിന് ക്രിറ്റിസിസം ആയിട്ട് കുറെ ആർഗ്യുമെന്റ്സ് വന്നിരുന്നു. അതിന് റെസ്പോൺസ് ആയിട്ടാണ് UGC എന്തിറക്കുന്നത്?
ഒരു സോഷ്യോ എക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ് ഗ്രൂപ്പ്സിനെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഒരു ഇക്വിറ്റബിൾ ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും എസ്റ്റാബ്ലിഷ്. ഇടയ്ക്ക് റിസർവേഷനെ പറ്റി വന്നിരുന്നു വാർത്തകളൊക്കെ ഫാക്കൽറ്റി അപ്പോയിന്റ്മെന്റ്സിൽ. അപ്പം ആ റിസർവേഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കും, ഈ SCDG കമ്മ്യൂണിറ്റിയൊക്കെ അത് അഫക്ട് ചെയ്യും. അപ്പൊ അതിന് ബദലായിട്ട് ഒരു റെസ്പോൺസ് ആയിട്ടാണ് UGC ഈ ഗൈഡ് ലൈൻസ് ഇറക്കിയിരിക്കുന്നത് ഫോർ ദ എക്വിറ്റബിൾ ഓപ്പർച്യൂണിറ്റി. അപ്പൊ SCDG സെൽ ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യും. പിന്നെ പോളിസി ലെവലിൽ എന്ത് മാറ്റം വരുന്നത്, പോളിസി ഇംപ്ലിമെന്റേഷൻ. ദിസ് സെൽ ഈസ് ടാസ്ക് വിത്ത് ഇംപ്ലിമെന്റിംഗ് പോളിസീസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് സച്ച് എസ് റിസർവേഷൻ. ഇവരായിരിക്കും റിസർവേഷൻസ് ഒക്കെ കൃത്യമായിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഓൾസോ എംഫസൈസസ് സെൻസിറ്റൈസിങ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, monitoring and ensuring equal access to inclusive quality higher education. അടുത്തതായിട്ട് values and grievance redressal. The guidelines focus on promoting egalitarian and constitutional values, ensuring respectful dignity and providing mechanisms for grievance redressal. അപ്പം കൂടുതൽ മെക്കാനിസംസും കൂടെ ഉണ്ടാകും ഗ്രീവൻസ് റിഡ്രസലിന്. എന്തെങ്കിലും പരാതിയൊക്കെ ഉണ്ടെങ്കിൽ ഈ വാല്യൂസ് ഒന്നും ആരും ഫോളോ ചെയ്യുന്നില്ല, ഒരു ഡിഗ്നിറ്റി ഉള്ള ഒരു എൻവയോൺമെന്റ് കിട്ടുന്നില്ല എങ്കിൽ ഒക്കെ നമുക്ക് അതിനുള്ള ഗ്രീവൻസ് റിഡ്രസലും അവിടെ ഉണ്ടായിരിക്കും. ഇക്വിറ്റബിൾ ആക്സസ് സ്ട്രാറ്റജീസ്. ദ എക്സ്പെർട്ട് കമ്മിറ്റി പ്രപ്പോസസ് വേരിയസ് സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് ഇക്വിറ്റബിൾ ആക്സസ് ഇൻക്ലൂഡിംഗ് ബ്രിഡ്ജ് കോഴ്സസ്, ഏൺ വൈൽ ലേൺ ആൻഡ് ഔട്ട്റീച്ച് ഇനിഷ്യേറ്റീവ്സ്. നമുക്കറിയാം ഏൺ വൈൽ ലേൺ, നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ പഠിക്കുക, അങ്ങനെയുള്ള വിദേശത്തൊക്കെ ഉള്ള സാഹചര്യങ്ങളൊക്കെ ഇവിടെ വിദേശത്തുള്ള ഒരു അതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അവർ പഠിച്ചുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കൂടുതലായിട്ട് കൊണ്ടുവരുന്നു. പിന്നെ അതുപോലെ ഓരോ നമ്മുടെ സ്കിൽ ഗ്യാപ്പ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ബ്രിഡ്ജ് കോഴ്സുകൾ കൊണ്ടുവരുന്നു. പിന്നെ അതുപോലെ പല ഔട്ട്റീച്ച് പ്രോഗ്രാം, സ്കില്ലിങ്ങും അപ്സ്കില്ലിങ്ങും ഒക്കെ ആയിട്ടുള്ള പ്രോഗ്രാം ഒക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഈ സോഷ്യോ എക്കണോമിക് ഡിസഡ്വാൻറ്റേജ് ഗ്രൂപ്പ്സിനെ ഒക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാവർക്കും ഒരു എഡ്യൂക്കേഷൻ നമുക്ക് ഫീസിബിൾ ആയിരിക്കും ഇവിടെ. അതിനൊക്കെയുള്ള ഗൈഡ് ലൈൻസ് ആണ്. ഇതിന്റെ മെയിൻ ടേക്ക്അവേസ് ഇതൊക്കെയായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞ എന്താണ്, ഈക്വിറ്റബിൾ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് SCDGസിന്. രണ്ടാമതായിട്ട് തന്നെ പറഞ്ഞ ഡെഡിക്കേറ്റഡ് SCDG സെല്ലുണ്ട്. എന്തിനു വേണ്ടിയാ, പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാനും സെൻസിറ്റൈസ് ചെയ്യാനും, ഈ വിഷയത്തിൽ സെൻസിറ്റൈസ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും, പിന്നെ അതുപോലെ ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസംസും ഒക്കെ ഈ SCDG സെല്ലിന്റെ ഭാഗമായിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു എന്ത്, ഇഗ്ലിറ്റേറിയൻ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്, ഈക്വാലിറ്റി ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നു, കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് പ്രൊമോട്ട് ചെയ്യുന്നു. പിന്നെ അതുപോലെ എൻഷുറിംഗ് റെസ്പെക്ട്ഫുൾ ഡിഗ്നിറ്റി ആൻഡ് പ്രൊവൈഡിംഗ് മെക്കാനിസംസ് ഫോർ ഗ്രീവൻസ് റിഡ്രസൽ. പിന്നെ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ സ്ട്രാറ്റജീസ്, ലാസ്റ്റ് പറഞ്ഞ ബ്രിഡ്ജ് കോഴ്സസ് നമ്മൾ കൊണ്ടുവരുന്നത് എന്തിനാ, സ്കിൽ ഗ്യാപ്സ് ഒക്കെ കുറയ്ക്കാനും, പിന്നെ അതുപോലെ ഏൺ വൈൽ ലേൺ നമുക്ക് ജോലിയോടൊപ്പം പഠിക്കാനും, അപ്പൊ നമുക്ക് സമ്പാദിക്കാൻ സാധിക്കും. അതുവഴി നമുക്ക് കൂടുതലായിട്ട് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകും. അതിലൂടെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ ആൻഡ് ഔട്ട്റീച്ച് ഇനിഷ്യേറ്റീവ്സ് പ്രപ്പോസ്ഡ് ടു എൻഹാൻസ് ഇക്വിറ്റബിൾ ആക്സസ് ടു ഹയർ എഡ്യൂക്കേഷൻ. ഈ അടുത്തൊരു ന്യൂസ് ഉണ്ടായിരുന്നു, GS3 വരുന്നതാണ്. തമിഴ്നാട് നൗ ഹാസ് ഹയസ്റ്റ് നമ്പർ ഓഫ് റാംസർ സൈറ്റ്സ് ഇൻ കൺട്രി. GS3 വരുന്നതാണ്. എൻവയോൺമെന്റ് ആൻഡ് എക്കോളജിയുടെ ഭാഗമാണ്. അതിലെ കൺസർവേഷൻ എന്ന ടോപ്പിക്കിൽ വരുന്ന ഒരു ന്യൂസ് ആയിരുന്നു ഇത്. അതുപോലെ പ്രിലിംസിലും എൻവയോൺമെന്റ് ഭാഗത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആണ് ഈ റാംസർ സൈറ്റ്സിനെ പറ്റിയുള്ളത്. തമിഴ്നാട്ടിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റ് ഉണ്ടായിരിക്കുന്ന ഇന്ത്യയിൽ നിന്നാണ് പറയുന്നത്. ടോട്ടലി 16 എണ്ണമാണ് തമിഴ്നാട്ടിലുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റ് ഉള്ളതാണ് ഇപ്പം തമിഴ്നാട് എന്ന് പറയുന്നത്. 16 എണ്ണമാണ് മൊത്തം ഉള്ളത്. ന്യൂ റാംസർ സൈറ്റ്സ് ലോങ്വുഡ് ഷോള റിസർവ് ഫോറസ്റ്റ് ആൻഡ് കരൈവെട്ടി ബേർഡ് സാങ്ച്വറി. അതുകൊണ്ടാണ് ഇപ്പൊ ഇത് ന്യൂസിൽ വന്നത്. ജനുവരി 31 ഈ രണ്ട് സൈറ്റും കൂടെ റാംസർ സൈറ്റ് ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തു. ലോങ്വുഡ് ഷോല റിസർവ് ഫോറസ്റ്റ് ആൻഡ് കാരൈവെട്ടി ബേർഡ് സാങ്ച്വറി. ഇത് രണ്ടും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, തമിഴ്നാട്ടിലാണ്. ഇത് പ്രിലിംസിൽ നമുക്ക് മാപ്പിങ്ങിലൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ മാർക്കിങ്ങിൽ ചോദിക്കാം. ഇതിലെ ലോങ്വുഡ് ഷോല റിസർവ് ഫോറസ്റ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, നമുക്ക് ആസ് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം പ്രിലിംസിൽ. ലോങ്വുഡ് ഷോല റിസർവ് ഫോറസ്റ്റ് ഇതിന്റെ കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും അറിയണ്ട, 116.07 ഹെക്ടേഴ്സ്. പക്ഷേ 14 സ്പീഷീസ് ആർ എൻഡമിക് ടു വെസ്റ്റേൺ ഗട്ട്സ്. 700ഓളം ഫ്ലോറ ആൻഡ് ഫോണ ഉണ്ട്. അതുപോലെ റിച്ച് ഇൻ ഹെർപറ്റോഫോണ ഡൈവേഴ്സിറ്റി. അതായത് ഹെർപറ്റോഫോണ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആംഫിബിയൻസും റെപ്റ്റൈൽസും ഒക്കെ ആണ്. ഇവരുടെ മെയിൻ ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞാൽ ഇവർ കുറച്ച് എക്കോസിസ്റ്റം സർവീസസ് ഒക്കെ ചെയ്യും. അതായത് പോളിനേഷനെ സഹായിക്കും, പെസ്റ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ കൺട്രോൾ ചെയ്യുന്ന ഒരുതരം റെപ്റ്റൈൽസിനെ അതുപോലെ ആംഫിബിയൻസിനെയൊക്കെയാണ് ഹെർപറ്റോഫോണ എന്ന് വിളിക്കുന്നത്. റിച്ച് ഇൻ ഹെർപറ്റോഫോണ ഡൈവേഴ്സിറ്റി, റെക്കഗ്നൈസ്ഡ് ആസ് ത്രട്ടൻഡ് ബൈ ദ IUCN. IUCN ഈ ഡൈവേഴ്സ് പോപ്പുലേഷൻ എന്തായിട്ടാണ് ത്രട്ടൻഡ് ആയിട്ടാണ്. ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഫ്രജൈൽ നീൽഗിരീസ് എക്കോസിസ്റ്റം. നീൽഗിരീസ് എക്കോസിസ്റ്റത്തിന്റെ ഭാഗമാണ്. പിന്നെ അതുപോലെ മേജർ വാട്ടർ സോഴ്സ് ഫോർ കോട്ടഗിരി ആൻഡ് ഡൗൺ സ്ട്രീം വില്ലേജസ്.
കോട്ടഗിരി ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. നമ്മൾ ജസ്റ്റ് നോർത്തിലാണ് ഈ ലോങ്വുഡ് ഷോല റിസർവ് ഫോറസ്റ്റ്. അടുത്തായിട്ടുള്ള കരൈവെട്ടി ബേർഡ് സാങ്ച്വറി ആയിരുന്നു. ഇതിന്റെ ഹെക്ടർ ഒന്നും നമ്മൾ ഓർത്ത് വെക്കണ്ട, 453.7 ഹെക്ടർ ഒന്നും ഓർക്കണ്ട. ഇത് ലൊക്കേറ്റ് ചെയ്യുന്ന എവിടെയാണ്? സെൻട്രൽ ഏഷ്യൻ ഫ്ലൈവേയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. എ ക്രൂഷ്യൽ ബ്രീഡിംഗ് ആൻഡ് ഫോറേജിംഗ് ഗ്രൗണ്ട്സ് ഫോർ വാട്ടർ ബേർഡ്സ്. നമുക്കറിയാം മൈഗ്രേറ്ററി ബേർഡ്സിന്റെ ഒരു പാത്വേ ആണ് സെൻട്രൽ ഏഷ്യൻ ഫ്ലൈവേ എന്ന് പറയുന്നത്. അവിടെയാണ് ഈ കരൈവെട്ടി ബേർഡ് സാങ്ച്വറി ലൊക്കേറ്റ് ചെയ്യുന്നത്. റെക്കഗ്നൈസ്ഡ് ആസ് ആൻ ഇമ്പോർട്ടന്റ് ബേർഡ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി ഏരിയ. കൺസർവേഷൻ ഇനിഷ്യേറ്റീവ്സിനെ പറ്റി പറയുന്നത്, ദ ഗവൺമെന്റ് ഇൻ കൊളാബറേഷൻ വിത്ത് ദ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഈസ് ആക്റ്റീവ്ലി പ്രിപ്പയറിംഗ് ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് പ്ലാൻസ് ഫോർ റാംസർ സൈറ്റ്സ്. ഈ റാംസർ കൺവെൻഷന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കാം, പ്രിലിംസിലൊക്കെ നമുക്ക് ഉപകാരപ്പെടും. നമുക്ക് അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ്, ഒന്നുകൂടെ റിവൈസ് ചെയ്യാമെന്ന് മാത്രം നമ്മൾ ഓർത്താൽ മതി. ഇതൊരു ഇന്റർനാഷണൽ ട്രീറ്റിയാണ്, സൈൻ ചെയ്തതെന്നാണ് 1971 നമുക്കറിയാം. ഇറാനിലെ ഒരു സ്ഥലമാണ് റാംസർ എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ക്രൈറ്റീരിയ ഫോർ റാംസർ സൈറ്റ്സ്. എന്താണ് ഇതിന്റെ ക്രൈറ്റീരിയ? വെറ്റ്ലാൻഡ്സ് ഡെസിഗ്നേറ്റഡ് ആസ് റാംസർ സൈറ്റ്സ് മസ്റ്റ് മീറ്റ് സ്പെസിഫിക് ക്രൈറ്റീരിയ emphasizing their ecological, botanical, zoological, limnological or hydrological significance. അപ്പം ഇത്തരം നല്ല സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഏരിയാസിനെയാണ് എന്തായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്? റാംസർ സൈറ്റ്സ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഇതിന് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, നമുക്കറിയാം. ഗ്ലോബൽ എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻ ടു ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. അങ്ങനെയുള്ള ഏരിയാസിനെയാണ് റാംസർ സൈറ്റ്സ് ആയിരുന്നത്. ഇവർക്ക് റോൾ ഇൻ എക്കോസിസ്റ്റം ഒരു അതിന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. എക്കോസിസ്റ്റം സർവീസസ് ഒക്കെ ഇവർ ചെയ്യും. അപ്പം അതെന്താണ് നമുക്ക് നോക്കാം. റാംസർ സൈറ്റ്സ് ലൈക്ക് ലോങ്വുഡ് ഷോല ആൻഡ് കരൈവെട്ടി ബേർഡ് സാങ്ച്വറി പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ പ്രിസർവിംഗ് biodiversity, acting as habitats for numerous endemic species and serving as vital water source. തണ്ണീർത്തടങ്ങൾ എന്നാണ് ഇവരെ വിളിക്കുന്നത്. അപ്പം ജലസ്രോതസ്സാണ്, ഏറ്റവും നല്ലൊരു ജലസ്രോതസ്സാണ് ഈ റാംസർ സൈറ്റ് എന്ന് പറയുന്നത്. കൺസർവേഷൻ ചാലഞ്ചസ് അതെന്താണെന്ന് നോക്കാം. ത്രെഡ്സ് ഐഡന്റിഫൈഡ് ബൈ IUCN ഹൈലൈറ്റ് ദ നീഡ് ഫോർ proactive conservation measures to ensure the long-term sustainability of these environments. അപ്പം ഇത് ലോങ് ടൈമിൽ നമ്മൾ സസ്റ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ പ്രൊയാക്റ്റീവ് ആയിട്ടുള്ള കൺസർവേഷൻ സ്ട്രാറ്റജീസ് നമ്മൾ യൂസ് ചെയ്യണം. ഇത് IUCN തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ മെയിൻ ന്യൂസ് എന്ന് പറയുന്നത്. ബാക്കി കുറെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസത്തെ കണ്ടിന്യൂഷൻ ആണ്. ഇനിയും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പുതിയ ടേക്ക് അവേസ് ഒക്കെ ഓരോ ന്യൂസിൽ നിന്നും നമുക്ക് എടുക്കാൻ സാധിക്കും. സോ ഹാപ്പി ലേണിംഗ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.